സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് സഞ്ചരിച്ച വിമാനം കാണാതായി. ദമാസ്കസിൽ നിന്ന് പലായനം ചെയ്യുന്നതിനിടെ വിമാനം അപകടത്തിൽപ്പെട്ടതായാണ് സൂചനകൾ പുറത്തുവരുന്നത്. അതേസമയം ദമാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ആക്രമണമുണ്ടായി. ഭീകരർ എംബസി തല്ലിത്തകർത്തു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൺ, അവിടെ സിറിയയിലെ സ്ഥിതിഗതികൾ അങ്ങേയറ്റം വഷളാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇതിനിടെ പുറത്തു വരുന്ന രാവിലെ മുതൽ ചില അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. അദ്ദേഹം പലായനം ചെയ്തു, പക്ഷേ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വിമാനം റഡാറിൽ നിന്ന് ഒരു പ്രത്യേക സമയത്ത് അപ്രത്യക്ഷമായ ഒരു സാഹചര്യമുണ്ട്. ഈ വിമാനം വെടിവെച്ചിട്ടതായുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് എന്തോ അപകടം സംഭവിച്ചു എന്നുള്ള രീതിയിൽ അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്നും വാർത്ത പുറത്തു വരുന്നത്. സമഗ്ര വിവരങ്ങൾ. നീലിമ, തീർച്ചയായും അത്തരത്തിലുള്ള വിവരങ്ങൾ, അതായത് ഈ വിമാനം അത് കാണാതായി എന്ന വിവരങ്ങളാണ് കൂടുതൽ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളായി ഇപ്പോൾ പുറത്തു വരുന്നത്. വിമാനം അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം അടിയന്തരമായി ഒരു യു ടേൺ എടുത്തു, അത് തിരിച്ചു വന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു യു ടേൺ എടുത്തതിന്റെ സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, വിമാനം അനുബന്ധമായ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഇറങ്ങിയതായി ഫ്ലൈറ്റ് റഡാറിലോ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട വ്യോമയാന സംവിധാനങ്ങളിലോ ഒന്നും തന്നെ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല എന്നതാണ് ഏറെ ഗൗരവം അറിയിക്കുന്ന ഒരു വിഷയം. നിലവിലെ സാഹചര്യത്തിൽ ആ വിമാനം വെടിവെച്ചിട്ടതായുള്ള വാർത്തകൾ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇതൊന്നും സംബന്ധിച്ച അടിസ്ഥാനപരമായ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. രാജ്യം വിട്ടുപോയി എന്നത് കൃത്യമായി ഭീകരർ തന്നെ, അതായത് ഹയാത്ത് തെഹരീർ അൽ ഷം എന്ന് പറയുന്ന ഭീകര സംഘടന തന്നെ ഔദ്യോഗിക ടെലിവിഷനിലൂടെ, അതായത് സിറിയയുടെ ഔദ്യോഗിക ടെലിവിഷനിലൂടെ അറിയിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഡമാസ്കസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളെ മോചിപ്പിച്ചു എന്ന വിവരവും അവർ ടെലിവിഷനിലൂടെ കൃത്യമായി പറയുകയുണ്ടായി. അത്തരം വിവരങ്ങളാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾക്ക് സ്ഥിരീകരണം അന്താരാഷ്ട്ര മാധ്യമ ഏജൻസികളെല്ലാം തന്നെ നൽകുന്ന സ്ഥിരീകരണങ്ങളിൽ വിമാനം കാണാതായി എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് എങ്കിൽ കൂടി അതിനൊരു അപകടം സംഭവിച്ചതോ അത്തരത്തിലുള്ള സംഭവവികാസങ്ങളോ സംബന്ധിച്ചൊരു വിവരങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഐസൺ, വരും മണിക്കൂറുകളിൽ നിർണായക വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് സഞ്ചരിച്ച വിമാനം കാണാതായിരിക്കുകയാണ്. ഡമാസ്കസിൽ നിന്ന് പലായനം ചെയ്യുന്നതിനിടെ വിമാനം അപകടത്തിൽപ്പെട്ടതായാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഒപ്പം സിറിയയിലെ സ്ഥിതിഗതികൾ അതീവ ഗൗരവതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഐസൺ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.